ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സഭ സ്തംഭനാവസ്ഥയിലായിരുന്നു. ഇന്നലെ സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അതിനുശേഷം ബഡ്ജറ്റിന്മേലുള്ള ചർച്ചകൾ പങ്കെടുക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റിൽ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഒന്നും തന്നെ ഇല്ല എന്ന്. കേരളത്തെ പാടെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് നിരന്തരമായിട്ട് ബഡ്ജറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കേരളം നേടിയ നേട്ടങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനമല്ല കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടാകുന്നത്. അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിരവധി നിവേദനങ്ങൾ സമർപ്പിക്കേണ്ടായി. കേരളത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങളാണ്. അതിനോടൊന്നും തന്നെ പ്രതികരിക്കാൻ ഈ ബഡ്ജറ്റിലൂടെ കഴിഞ്ഞിട്ടില്ല. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലൊരു എയിംസ് ലഭിക്കണമെന്നുള്ളത്. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടും അതിനുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് യാതൊന്നും തന്നെ ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല. ഈ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ മറുപടിയിൽ മന്ത്രി പറയുമോ എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ നിരന്തരമായിട്ടുള്ള മറ്റൊരാവശ്യമാണ് അതിവേഗ ട്രെയിൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രപ്പോസൽസ് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് പല കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അതിനോടൊക്കെ തന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത് ഒരു തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ട് തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറുന്നു എന്നുള്ളത് ബഡ്ജറ്റിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകളുടെ അവരുടെ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ആ പദ്ധതി മാറ്റിമറിച്ചു. നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായിട്ടും തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പൈസ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. PBG റാംജി എന്ന നാമധേയത്തിലാണ് പദ്ധതി വന്നിരിക്കുന്നത്. അതിൽ 100 ദിവസം എന്നുള്ള 125 ദിവസമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. 60-40 സെൻട്രലി സ്പോൺസേഡ് സ്കീം പോലെയായിട്ട് ആ പദ്ധതിയെ മാറ്റുകയാണ്. നേരത്തെ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള നിയമത്തിലൂടെ നിക്ഷിപ്തമായിട്ടുള്ള ആ കാര്യം സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ 60-40 എന്ന് പറഞ്ഞാൽ 40% കൂടി സംസ്ഥാന ഗവൺമെൻറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പരാതികളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നികുതിയെല്ലാം പിരിച്ചുകൊണ്ടുവന്ന് അതനുസരിച്ചുകൊണ്ട് നികുതി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആ കൂട്ടത്തിലാണ് ഈ അധിക ബാധ്യത കൂടി സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയിൽ കെട്ടിവെക്കുന്നത്. ആ രീതിയിൽ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ബാധ്യത കെട്ടിയേൽപ്പിക്കുന്നതും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്നതുമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അത് കൂട്ടണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും CPM ആ ആവശ്യങ്ങൾ കൂടുതൽ ശക്തമായി മുമ്പോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്.